ആ കടും നീല കുപ്പായത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. അത് കേവലമായ ഒരു ജേഴ്സി മാത്രമല്ല, പഴയ കളികളുടെ ഓർമ്മയും മാത്രമല്ല. അതിനുമപ്പുറം അർജന്റീനയെ സംബന്ധിച്ച് വലിയൊരു പോരാട്ടത്തിന്റെ വിജയഗാഥ കൂടിയാണ് ആ നീല ജേഴ്സി. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള സുപ്രധാനമായ സെമിയിൽ ആ ജേഴ്സി തന്നെ അർജന്റീന തിരഞ്ഞെടുക്കുന്നത്. 1982 അർജന്റീനയും ബ്രിട്ടനുമായി യുദ്ധം നടന്നു. ഫോക്ലൻഡ് ദ്വീപുകളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു യുദ്ധത്തിലേക്ക് നയിച്ചത്. ആ യുദ്ധത്തിൽ പക്ഷേ തോൽവിയായിരുന്നു അർജന്റീനയ്ക്ക് ഫലം. 82 ആ യുദ്ധത്തോൽവിക്ക് ശേഷം ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയത് 86 86 ക്വാർട്ടർ ഫൈനലിൽ അന്ന് അർജന്റീന 2-1 ജയിച്ചു. അന്നാണ് ചരിത്രപ്രസിദ്ധമായ ആ ദൈവത്തിന്റെ ഗോൾ പിറന്നത്. ആ കളിയുടെ വിജയത്തെ അർജന്റീന താരമായിരുന്ന ഡീഗോ മറഡോണ വിശേഷിപ്പിച്ചത് തങ്ങൾ കണക്ക് തീർത്തു എന്നായിരുന്നു. 86 ലോകകപ്പ് വിജയം ലോകകപ്പിലെ കേവലമായിരുന്ന ഒരു ഫുട്ബോൾ വിജയം മാത്രമായിരുന്നില്ല അർജന്റീനയ്ക്ക്. ആ കണക്ക് തീർത്തത് കടുംനീല ജേഴ്സിയിൽ അർജന്റീനിയൻ താരങ്ങൾ അണിനിരന്നപ്പോഴാണ്. അതുകൊണ്ടാണ് അർജന്റീന ഈ ലോകകപ്പിലെ സെമിഫൈനലിലും കടുംനീല ജേഴ്സി തന്നെ തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് ലോകകപ്പിൽ 2 തവണ കൂടി അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുന്നുണ്ട്. 98 പ്രീ ക്വാർട്ടറിലായിരുന്നു ആദ്യം. അന്നും അർജന്റീനൻ ജേഴ്സി കടുംനീല ജേഴ്സിയായിരുന്നു. ട്രൈബ്രേക്കറിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. എന്നാൽ 2002 ഗ്രൂപ്പ് ഘട്ടത്തിൽ വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ അർജന്റീന പരാജയപ്പെട്ടു. പക്ഷേ അന്ന് അർജന്റീനയുടെ സ്ഥിരം ജേഴ്സി തന്നെയായിരുന്നു അണിഞ്ഞത്. അതുകൊണ്ട് പരാജയപ്പെട്ടു എന്നല്ല, പക്ഷേ കടുംനീല ജേഴ്സി അണിഞ്ഞ് അർജന്റീന ഇംഗ്ലണ്ടിനെതിരെ കളിച്ചപ്പോൾ വിജയിച്ചു എന്നതായിരുന്നു 2 കളികളിലെ അനുഭവം. അർജന്റീനയെ സംബന്ധിച്ച് അതൊരു അന്ധവിശ്വാസമായിരിക്കാം. എന്നാൽ 2 കളികളിൽ ജയിച്ചത് ആ കടുംനീല ജേഴ്സിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ടിനെതിരെയുള്ള കണക്ക് തീർക്കലിന് കടുംനീല ജേഴ്സി അനിവാര്യമാണ് എന്ന് അവർ കരുതുന്നു. അർജന്റീന ഇംഗ്ലണ്ട് പോരാരംഭിക്കുന്നത് അതിനു മുമ്പെയാണ്. 62 ലോകകപ്പിൽ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം കടുത്ത കയ്യാങ്കളിയിലേക്ക് നീങ്ങി. അർജന്റീനൻ താരത്തെ പുറത്താക്കി. അന്ന് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. അന്ന് കാർഡുകൾ നിലവിലുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പ്രശ്നമായിരുന്നു കാർഡുകളുടെ ഉദയത്തിലേക്ക് പോലും നയിച്ചത് എന്നതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രയേറെ വൈരത്തിന്റെ പഴക്കവുമായാണ് ഇരു ടീമുകളും ഈ ലോകകപ്പിന്റെ സെമിഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ലയണൽ മെസ്സി ഇതുവരെ ഇംഗ്ലണ്ടിനെതിരെ ബൂട്ട് കിട്ടിയിട്ടില്ല. ഇതാദ്യമായി മെസ്സി ഇംഗ്ലണ്ടിനെതിരെ ബൂട്ട് കിട്ടുന്നു എന്നതാണ് ഈ മത്സരത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇംഗ്ലണ്ടിനെതിരെ മെസ്സിക്ക് അർജന്റീനയെ വിജയിപ്പിക്കാൻ കഴിയുമോ? സ്കലോണി തന്ത്രങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ടോ? ഗ്രൂപ്പ് മത്സരത്തിൽ ഏറ്റവും മികച്ചു നിന്ന ടീമുകളിലൊന്നായിരുന്നു അർജന്റീന. എന്നാൽ അതിനുശേഷം ഭദ്രമായ ഒരു കളി അർജന്റീന കാഴ്ചവെച്ചിട്ടില്ല. എല്ലാം കഷ്ടിച്ച് രക്ഷപ്പെടലായിരുന്നു. അവസാന മിനിറ്റുകളിൽ നേടുന്ന ഗോളുകളിലായിരുന്നു അർജന്റീന രക്ഷപ്പെട്ടത് എന്നോർക്കണം. കേപ്പ് വാർഡെ, ഈജിപ്ത്, സ്വിറ്റ്സർലൻഡ് ഈ ടീമുകളോടെല്ലാം അർജന്റീന ഏറെ വിയർപ്പൊഴിക്കേണ്ടി വന്നു. ആദ്യ കളികൾ മുഴുവൻ മെസ്സിയിൽ കേന്ദ്രീകരിച്ചായിരുന്നു. മെസ്സി മാത്രമായിരുന്നു തിളങ്ങിയത്. മെസ്സി ഇല്ലാത്തപ്പോഴായിരുന്നു മെസ്സിക്കപ്പുറം താരങ്ങൾ ഗോളടിക്കാൻ തുടങ്ങിയത് എന്നോർക്കണം ജോർദാനെതിരായ കളി. എന്നാൽ ഏറ്റവും അവസാന 2 മത്സരങ്ങളിൽ മെസ്സിക്കും അപ്പുറം ചിലർ ഗോളടിച്ചു തുടങ്ങി എന്നതാണ് അർജന്റീനയ്ക്ക് ആശ്വാസമേകുന്ന ഘടകം. പ്രത്യേകിച്ചും അൽവാരസും മാർട്ടിനസും 2 മുൻനിരക്കാർ ഗോളടിച്ചു തുടങ്ങിയത് അർജന്റീന ശുഭസൂചകമായി കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴും എല്ലാം പൂർണ്ണമാകുന്നില്ല. മധ്യനിര പാളിക്കൊണ്ടേയിരിക്കുന്നു. പ്രതിരോധം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. എതിർ സ്ട്രൈക്കർമാരെ തടഞ്ഞു നിർത്താൻ ഡിഫൻഡർമാർക്ക് കഴിയുന്നില്ല. ഡീപോൾ ഉൾപ്പെടെയുള്ള പരിചയസമ്പന്നർ മധ്യനിരയിൽ പലപ്പോഴും നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ വെറുതെ നടക്കുകയാണ്. അർജന്റീന നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണ് എന്നർത്ഥം. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അപകടകാരികളായ 2 പേർ ആ ടീമിലുണ്ട്. ഹാരി കെയ്നും ബെല്ലിംഗാമും. 2 പേരും നിലവിൽ 6 ഗോൾ വീതം നേടി ഗോൾ പട്ടികയിൽ 3-ാമതുള്ള താരങ്ങളാണ്. അപകടകാരികളായ 2 പേർ. കഴിഞ്ഞ മത്സരത്തിൽ ബെല്ലിംഗാം നേടിയ ഗോളുകൾ അദ്ദേഹത്തിന്റെ ക്ലാസ് തെളിയിക്കുന്ന ഒന്നാണ്. അവർ 2 പേരെയും പിടിച്ചുകെട്ടുക എന്നത് അർജന്റീനയെ സംബന്ധിച്ച് പിടിപ്പത് പണിയുള്ള ഒന്നായി മാറും. കിരീട സാധ്യതയിലും ഇംഗ്ലണ്ടാണ് അർജന്റീനയേക്കാൾ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് ഭയക്കാനേറെയുണ്ട്. ടീമിൽ നിർണായകമായ ചില മാറ്റങ്ങൾക്ക് സ്കലോണി ഒരുങ്ങുന്നു എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതാരൊക്കെ എന്തൊക്കെ എന്ന കാര്യത്തിൽ അന്തിമമായ ചില തീരുമാനങ്ങളായിട്ടില്ല. പക്ഷേ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്കലോണിയുടെ ഏറ്റവും വലിയ ആശ്വാസം ബെഞ്ചിൽ ഒരു പിടി നല്ല താരങ്ങളുണ്ട് എന്നതാണ്. അവരെ കൃത്യമായി ഉപയോഗിക്കാൻ സ്കലോണിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സെമിഫൈനലിൽ സ്കലോണി അതിന് മുതിരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തുടർച്ചയായി 2ാമത്തെ ലോകകപ്പാണ് അർജന്റീനയുടെ ലക്ഷ്യം. തുടർച്ചയായി 2ാമത്തെ ലോകകപ്പിലേക്ക്
അർജന്റീനയ്ക്ക് നടന്നു കയറുവാൻ കഴിയുമോ? ഇംഗ്ലണ്ട് അതിന് വിലങ്ങ് തടിയാകുമോ?